ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിൽ ഓളുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരളവിൽ ഒരല്പം മാത്രം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരല്പം മാത്രം ഇഞ്ചി, അതായത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം എല്ലാം ഈ സമയത്ത് നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു സവാളയും കൂടി. അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തതാണ്. നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്കിത്. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് നമുക്ക് കഴിക്കാമെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെ സൈഡായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സൈഡ് ഡിഷാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി തുടങ്ങട്ടെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ആ ഒരു ചേരുവകളൊക്കെ, അതായത് ഇപ്പോൾ സവാളയുടെ അളവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, പക്ഷേ ഇതിൽ നിന്നും കുറയ്ക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സവാള ഇതിലേക്ക് കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കി ചേരുവകളും കൂടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ സവാള എല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വാടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതായത് 2 അത്യാവശ്യം മീഡിയം സൈസിലുള്ള 2 കുക്കുംബറാണ്. അതിൻ്റെ പുറത്തുള്ള ആ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കക്കിരി എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ് സംഭവം. ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നമ്മുടെ സവാളയേക്കാളും കൂടുതൽ അളവിൽ വേണം നമ്മൾ ഈ കുക്കുംബർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കുംബറും കൂടി ചേർത്ത് കൊടുക്കാം. കുക്കുംബർ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഈ കുക്കുംബറൊക്കെ നല്ല രീതിയിൽ വെന്ത് ഇങ്ങനെ കിട്ടണം എന്നുള്ള ആവശ്യമില്ല കേട്ടോ. എങ്കിൽ പിന്നെ ഒരുപാട് സോഫ്റ്റ് ആയിപ്പോവും. അതിൻ്റെ പേരിലാണ്. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളരിക്ക ഉപയോഗിക്കാം. പക്ഷേ ഈ വെള്ളരിക്കയിലും അതുപോലെ തന്നെ ഈ കുക്കുംബറിലും തയ്യാറാക്കുന്നതിന് രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ. കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഈ കുക്കുംബറിൽ തയ്യാറാക്കുമ്പോൾ തന്നെയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കളയരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതിൻ്റെ പേരിൽ വെള്ളം ചേർക്കാതെ വേണം നമ്മളിതുപോലെ വഴറ്റിയെടുത്ത് തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ചിട്ട് വരുള്ളൂ. അതിൻ്റെ പേരിൽ ഈ ഒരു അളവിലാണ് ചേർക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ കുക്കുംബറൊക്കെ ഒന്ന് ചൂടായിട്ട് നല്ലതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കുക്കുംബർ എല്ലാം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറിയ രീതിയിലൊന്ന്, ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂടൊന്ന് മാറി കിട്ടണം. അല്പം ഇത്രയും തിളയ്ക്കുന്ന ഈ ചൂട് മാറിയിട്ട് ഒരല്പം ചൂട് മാറിയതിന് ശേഷം ബാക്കി ചേരുവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് തൈരും കൂടി. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈരാണ്. ഞാൻ മുമ്പ് ഇതുപോലെ കട്ട തൈര് തയ്യാറാക്കുന്ന റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം പുളി ഇല്ലാത്ത തൈരാണ്. അപ്പോൾ ഈ തൈരിൻ്റെ കട്ട തൈര് തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട തൈര് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം വേണോ
അതിനനുസരിച്ചിട്ട് മാത്രം എടുത്താൽ മതിയാവും. അതിനുശേഷം നന്നായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ഞാനിപ്പോൾ തൈര് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മുടെ അളവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതെല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമുക്ക് ഈ സൈഡ് ഡിഷ് കിട്ടുകയെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് താളിച്ചും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ കൂടുതൽ ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഉപ്പ് വേണം നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇത് ഇത്രയും ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. താളിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുട്ടി കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ താളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രത്തോളം എണ്ണ വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കടുകും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ടീസ്പൂണിൽ 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഇതുവരെ ആവശ്യത്തിനുള്ള പച്ചമുളക് എരിവ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഫസ്റ്റിലേ നമ്മൾ ഈ ഒരു അളവിൽ പച്ചമുളക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എരിവായി പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ താളിക്കുന്ന സമയത്ത് വേണം ഇതിലേക്ക് പച്ചമുളക് ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഇതിൻ്റെ കൂടെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു പിഞ്ചളവിൽ മാത്രം ഒരല്പം കായപ്പൊടിയും കൂടി. നമ്മൾ സാധാരണ സാമ്പാർ കായ ഉണ്ടല്ലോ അത് തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളകും കൂടിയാണ്. വറ്റൽമുളകും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയുടെ കളറൊന്നും ഒരുപാട് അങ്ങനെ മാറിപ്പോകാൻ വേണ്ടി നിൽക്കണമെങ്കിൽ പിന്നെ നമ്മളിതിലേക്ക് താളിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അതിൻ്റെ പേരിൽ ഈ പച്ച കളറിൽ തന്നെ ഇരുന്നോട്ടെ. നമ്മുടെ താളിപ്പൊക്കെ കറക്റ്റായിട്ടൊന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സാലഡിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുക്കുംബർ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലാണ് കേട്ടോ ഇത് കിട്ടുന്നത്. അതായത് നമ്മളിങ്ങനെ ഇത് തയ്യാറാക്കി ഉടനെ തന്നെ കഴിക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരല്പസമയം ഇതുപോലെ എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. കാരണം അത്രയും സമയം കൊണ്ട് നമ്മൾ ഈ പച്ചമുളകൊക്കെ നന്നായിട്ട് അരിവൊക്കെ അതിലൊന്ന് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിത് വന്നിട്ട് എന്തിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. വേറെ ഒന്നും വേണ്ട. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ സൈഡിട്ട് നമുക്ക് വെച്ച് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ തയ്യാറാക്കി നോക്കുന്നവരെല്ലാവരും എനിക്ക് മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.